എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാൻ ഒരു ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം സുധിയുടെ മകൻ കിച്ചു RD അവൻ ഇന്നലെ അവന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടു, മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. ഈ ചെറുക്കനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഇവർ ഇത്രമാത്രം അനുഭവിച്ചതെന്ന് നമുക്കത് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവനകത്ത് പറയുന്നുണ്ട്, അവൻ അനുഭവിച്ചതിന്റെ 20% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാതാപിതാക്കൾ വഴി പിഴച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാഡ് പേരന്റിങ് എങ്ങനെ ഒരു കുട്ടിയെ ബാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് കിച്ചു. അവനകത്ത് ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളും, ഒറ്റപ്പെടല്, ഏകാന്തത, നിസ്സഹായാവസ്ഥ എല്ലാം ആ ഒരു വീഡിയോയിൽ, ആ ചെറുക്കൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൊല്ലം സുധി 3 കെട്ടി. ആദ്യത്തെ ഭാര്യ ശാലിനി, അവരിൽ ഉണ്ടായതാണ് ഈ കിച്ചു. സ്വന്തം തള്ളയ്ക്കും ഈ പയ്യനെ വേണ്ട. ഇവർ 1.5 വയസ്സുള്ള സമയത്ത് അവർ വേറെ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി. ആലോചിച്ച് നോക്ക്, 1.5 വയസ്സുള്ള ആ ഒരു കുഞ്ഞിനിട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സുധി 2 കെട്ടി, 3 കെട്ടി. ഈ 3 ഗജ ഫ്രോഡുകൾ. ഒരു കുഞ്ഞും ഇതുപോലൊരു കുടുംബത്തിലോട്ട് പോയി ജനിക്കരുത്. ജനിച്ചു കഴിഞ്ഞാൽ അവൻ അധോഗതിയാണ്. ഇവൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വന്തം അമ്മ ശാലിനിയുമായിട്ട് ഈ സുധി എന്നും അടിയാണ്. ഈ കുഞ്ഞ് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ കാണുന്ന ഇതാണ്, അച്ഛനും അമ്മയും തമ്മിൽ അടി. ആ കൊച്ചു പിന്നെ എങ്ങനെ നല്ല രീതിയിൽ വളരും? അത് കഴിഞ്ഞാണ് ഈ ശാലിനി ആരുടെ കൂടെ ഒളിച്ചോടി പോകുന്നത്. അതിനുശേഷം സുധി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നു. അത് ഈ ചെറുക്കനെ കൊണ്ട് ആരുടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി ഏതോ ലോറിയുടെ അടി കയറാൻ ശ്രമിക്കുന്നു. ആരുടെ ഭാഗത്തിനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ അന്നേ രണ്ടുപേരും തീരേണ്ടതാണ്. ഈ കിച്ചു ജനിക്കുന്നത് തൃശ്ശൂരാണ്. തൻ്റെ 3-ാമത്തെ വയസ്സിലാണ് കൊല്ലത്തോട്ട് വരുന്നത്. 5 വരെ അവിടെ നിന്ന് പഠിക്കുന്നു. അച്ഛൻ്റെ അമ്മയും ബാക്കി ആളുകളെല്ലാവരും കൂടാണ് ഈ പയ്യനെ നോക്കുന്നത്. അതിനിടയ്ക്കാണ് സുധി 2ാമത്തെ കല്യാണം കഴിക്കുന്നത്, വീണയെ. ഇടയ്ക്ക് വെച്ച് നമ്മൾ കണ്ടതാണ് ഈ വീണയും രേണുസുധിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ. രേണുസുധി പറയുന്നു ഇങ്ങനൊരു ഭാര്യയില്ലെന്ന്, വീണ എന്ന് പറയുന്നു ഇങ്ങനൊരു ഭാര്യ ഉണ്ടെന്ന്. ഈ 2 എന്താ പറയുക, ഈ സുധിയുടെ മരണം മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അത് തന്നെ, സുധിയെ മരിച്ചതിന് ശേഷം വിൽക്കാൻ വേണ്ടി വന്ന ടീമുകളിൽ ഒരാളാണ് ഈ വീണ. ഇപ്പൊ വിറ്റോണ്ടിരിക്കുന്ന ടീമാണ് രേണു. ഈ 2ാമത്തെ കല്യാണം കഴിച്ചതിന് ശേഷവും എഗെയിൻ സമാധാനമില്ല ഈ ചെറുക്കന്. ഇവൻ കാണുന്നത് എന്താണ്? അച്ഛനും അമ്മയും തമ്മിൽ അടിയ. അതുകൂടാതെ ഈ വീണയ്ക്കാണെങ്കിൽ ഈ ചെറുക്കനെ കണ്ടുവിടാം. അവന് ഒരു തരത്തിലും ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് വല്ല ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുധിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്ത് സ്ത്രീയാണെന്ന് ആലോചിച്ച് നോക്കണം. എനിക്കൊന്നും ഒരുപെട്ട ഈ സെക്കൻഡ് മാരേജ് കഴിക്കുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും പെറ്റമ്മയോളം വരില്ല പോറ്റമ്മ, അവരതിൻ്റെ വേർതിരിവുണ്ടാവും. പക്ഷെ ഈ ചെറുക്കൻ്റെ കാര്യത്തിൽ വരുമ്പം പെറ്റമ്മയും കണക്കാ, വന്ന് കയറിയോളുമാരും കണക്കാ, എല്ലാണോ ലോകം ഉടായിപ്പ്. സുധി പറയാതിരിക്കാൻ വയ്യ, സുധി ഒട്ടും നല്ല കുഞ്ഞൊന്നുമല്ല, അങ്ങേയറ്റം ഉടായിപ്പ് തന്നെയാണ് അങ്ങേര്. കള്ളു കുടിച്ചും കടം മേടിച്ചും നടന്ന് പിന്നെ കുറെ കഥകൾ കേട്ടിട്ടുണ്ട്, ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അപ്പൊ വീണയ്ക്ക് കൊല്ലം സുധിയെ ഈ പയ്യൽ ഡിറ്റാച്ച്ഡ് ആക്കണം, അതിനുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവക്ക് 2 പിള്ളേരുണ്ട്. ആ കുട്ടികൾക്ക് തന്ത വേണം. എന്നാൽ ഇവന്റെ കാര്യം ഓർക്കുന്നില്ല. അവൻ ആ കൂടി അച്ഛൻ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. വീണ മിക്കവാറും വീണയ്ക്ക് 1 വർഷം പറയാനുണ്ടാവും. എന്താണെങ്കിലും ഇപ്പം പറ്റിയ സമയമാണ്, ചാടിക്കറി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. എന്താണെങ്കിലും ഈ മാരേജും അധികം നാൾ നീണ്ടുപോയില്ല, വീണയും ഡിവോഴ്സായി. അതിനുശേഷമാണ് സൂപ്പർ സ്റ്റാർ രേണുസുധിയുടെ കടന്നുവരവ്. ആ ടൈമില് ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു, കുറെ നാള് എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, രേണുസുധി, രേണുസുധി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ആദ്യം ഞാൻ കാണാൻ വന്നു, ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ, ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്? അച്ഛന് ഇഷ്ടമാണോ? ഞാൻ ഇങ്ങനെ അച്ഛന് ഇഷ്ടമാണോ നമുക്ക് ആ രീതിയിൽ പറഞ്ഞു. അങ്ങനെ രേണുസുധിയെ കല്യാണം കഴിക്കുകയാണ്. പിന്നീട് അവർ കൊല്ലത്തെന്ത വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കോട്ടയത്തോട്ട് മാറുന്നു. ആലോചിച്ച് നോക്കണം, ഈ ചെറുക്കൻ ഇത്ര പ്രായമായതേ ഉള്ളൂ. തൃശ്ശൂർ, കൊല്ലം, കോട്ടയം, ത്രികോണം പോലെ കിടക്കുന്ന 3 സ്ഥലങ്ങൾ. ഈ കോട്ടയത്ത് നിന്നപ്പോൾ ആദ്യം നല്ല രസമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇവന്റെ ജീവിതം ദുരിതമായിരുന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവളുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ബെസ്റ്റ് ഫാമിലി. ഒരുത്തനും പണിക്ക് പോകണ്ട, ഒരുത്തനെ പിഴിയാൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പിഴിഞ്ഞൂറ്റി എടുത്തോണം. അച്ഛന്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്ന ഒരു സ്നേഹം എന്താന്ന് വെച്ചാൽ വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം
ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോത്തില്ല. അതിന് ഈ രേണുവിന്റെ വീട്ടുകാരെ പറ്റിയാണ് പറയുന്നത്. ഈ കൊല്ലം സുധി എല്ലാ തരത്തിലും ഫെയിലാണ്. ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും ഏതൊക്കെ നിലയിൽ പുള്ളി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പുള്ളി പരാജയം, വൻ പരാജയം. ഇതിന് ശേഷമാണ് ഇവൻ ഡ്രഗ്സിലോട്ട് പോകുന്നത്. അത് ഈ കോട്ടയത്ത് വന്നതിന് ശേഷം ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. താൻ ഡ്രഗ്സ് യൂസ് ചെയ്യുമായിരുന്നു എന്ന് ഒരുത്തനും അങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് ഇതുപോലെ ഒന്നും പറയത്തില്ല. മോനെ അതിന് നിന്റെ ചങ്കുറ്റം സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ ഇൻട്രോവേർട്ട് ആണെന്നും പറഞ്ഞിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നിന്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. അത് സ്നേഹം കൊണ്ട് എന്തായാലും കിട്ടിയതല്ല, നിന്റെ ദുരിതത്തിൽ നിന്ന് നിനക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് നിനക്ക് ഇപ്പോൾ ഇതൊക്കെ വന്നിങ്ങനെ പറയാൻ തന്നെ തോന്നുന്നത്. കാര്യം ഇവൻ ഇനി അനുഭവിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊന്നുമില്ല. ഈ ചെറുപ്രായത്തിലാണെങ്കിൽ അത്രയും അനുഭവിച്ച് ഒരു തോൽവിയായിട്ടുള്ള തന്തയും അമ്മയുടെ റോള് വന്ന് നാടകം കളിച്ചിട്ട് പോയ 3 അവളുമാരും ഇത്രയൊക്കെ അനുഭവിച്ച ഈ പയ്യൻ ഡ്രഗ്സ് യൂസ് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഏറ്റവും ബാഡ് പേരന്റിങ്ങിന്റെ ഏറ്റവും വലിയ വിക്റ്റിമാണ് ഈ ചെറുക്കൻ. ക്യാഷ് കൊടുത്താൽ എല്ലാം ആവുമോ? തന്തയ്ക്ക് തന്തയും സ്നേഹത്തിന് സ്നേഹം തന്നെ വേണം. ഇവന് തന്തയും ഇല്ല തള്ളയും ഇല്ലാത്ത അവസ്ഥ. ഏത് കാരണത്താലാണെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ഈ ചെറുക്കനെ എങ്ങനെ പഴിക്കും നമ്മള്? ഇവനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ഒരു തരത്തിലും ഇവനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇവൻ ഏതെങ്കിലും രീതിയിൽ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇവന്റെ അച്ഛനും ഇവന്റെ അമ്മമാരുമാണ്, അല്ലെങ്കിൽ ഇവന്റെ ചുറ്റുപാടുമാണ് അതിന്റെ കാരണം. ഒരു കുഞ്ഞും ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ജീവിക്കരുത്. ജീവിച്ചു കഴിഞ്ഞാൽ വഴിതെറ്റും, 100% ഉറപ്പാ. ഇനി രേണുവിനെ പറ്റി പറയുന്നുണ്ട്, രേണു ട്രീറ്റ് ചെയ്യുന്ന രീതിയെ പറ്റി. അതോടെ കേൾക്കും. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായിപ്പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ഈ ഇവളൊക്കെ വന്നിട്ടേ ഈ വീഡിയോയ്ക്കകത്ത് ഈ സ്നേഹം ഒഴുക്കുന്ന കാണുമ്പോഴുണ്ടല്ലോ, അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം. ഈ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തവളാണെന്ന് അറിയാം. ഇനി ഇവളെയൊക്കെ താങ്ങി നടക്കുന്ന കുറെ നാറുകളുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്ക്, രേണുസുധി എന്ന് പറയുന്ന വ്യക്തി അട്ടർ ഫേക്ക് ആണെന്ന്. ഈ ഫ്ലവേഴ്സിൽ ഇവർ 3 പേരുടെ വന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. ആ ഒരു എപ്പിസോഡ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. രേണുസുധി ഇന്നും തുടങ്ങിയ അഭിനയമല്ല, അന്നേ തുടങ്ങിയ അഭിനയമാണ്. ആദ്യത്തെ റിലേഷൻഷിപ്പിലുള്ള മോനാണ് അതെ രാഹുൽ. അല്ല, ഇത് പറയുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. കാരണം പുള്ളിക്കാരിയുടെ മൂത്ത മോനാ ഇത്. അന്ന് കയ്യടിയൊക്കെ മേടിച്ചിട്ട് പോയി. ഇന്ന് വന്നത് പറയുമോ സുഖല്ലേ മൂത്ത മോനാ? സുധിയൊക്കെ അങ്ങ് തള്ളി മറിക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പായി. പിന്നെ സൂചിച്ചാണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. സൂചിച്ചാണ്ടുമായിട്ട് സ്നേഹമായി. കിച്ചുവിനെ എൻ്റെ സ്വന്തം മോനെ പോലെ തന്നെ കണ്ടു. അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചു. ഇപ്പോഴാണെങ്കിൽ അമ്മയെന്ന് പോയിട്ട് കുഞ്ഞമ്മയെന്ന് പോലും വിളിക്കത്തില്ല. ആ രീതിയിലുള്ള പരിപാടികളാണല്ലോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ എന്നെക്കാളും ഇപ്പൊ ഇവര് രണ്ടിനാണ് അവർക്കിഷ്ടം. അപ്പായ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും. അപ്പനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ കിച്ചുവിനെയും സുധിയെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ചെറുക്കനാണ് കുറച്ച് നിന്ന് പറഞ്ഞത്, എന്നെ ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല. ഇതൊരു TV ഷോ ആണ് ഗൈസ്. അന്നേരം ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയണം. ആ സമയത്ത് വന്നിട്ട് വേറെ പറയാൻ പറ്റത്തില്ലല്ലോ. ഇതാ പറഞ്ഞേ, രേണു ഇന്നും തുടങ്ങിയ അഭിനയമല്ല, അന്നേ തുടങ്ങിയ അഭിനയമാണ്. സുധി എടുത്ത് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ സമയത്ത്. കാരണം പറഞ്ഞാൽ സുധിയുടെ നിലവിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ആ സമയത്ത് സുധിയെ വലിയ കാര്യമായിരിക്കും. ഇതിനുശേഷമാണ് സുധി ആ കാർ ആക്സിഡന്റിൽ മരിക്കുന്നത്. ആ സമയത്തും ഈ ചെറുക്കൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവനെ അനൂപാണ്, ഈ ഫ്ലവേഴ്സിന്റെ ഡയറക്ടറാണെന്ന് തോന്നുന്നു, പുള്ളിയാണ് വിളിച്ച് പറയുന്നത് ഇതുപോലെ പോയെന്ന്. അന്നേരം ഇവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഇവൻ പ്രാങ്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കണത്. ഇവനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ കംപ്ലീറ്റ് ഇതും ബാലൻസും പോയിട്ട് ഇവൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പോവാണ്. ആ പോകുന്ന വണ്ടിക്കകത്ത് ആളുകൾ വലിയ ജിൽ ഡിസ്കോ മൂഡിലാണ് പോകുന്നതെന്നാണ് ഈ പയ്യൻ പറയുന്നത്. എന്നാലും എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നേരത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിലെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും? എനിക്ക് ആ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് സ്റ്റക്കായി ലൈഫ്. ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്. തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റടി ഇങ്ങനെ എന്തോ ആയിപ്പോയി ഞാൻ.
ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്നവരെ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന് ആദ്യ അച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണോന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്, എന്തിനും വിളിക്കും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനുപേട്ടൻ വന്നിട്ടുണ്ടാ, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അടുത്ത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരൻ എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരാണെങ്കിലും ഏത് അമ്പലക്കാരാണെങ്കിലും വിവരമില്ലാത്തവന്മാരാണ്. അളിയനും ഉണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു ആ വണ്ടിയിൽ. എന്നാലും ഞാൻ ആലോചിക്കുന്നത് എന്ത് വിവരം കെട്ടവന്മാരാണ് ഇവന്മാര്. ഒരാൾ മരിച്ച് ആ വ്യക്തിയെ കാണാൻ വേണ്ടി പോവാണ്, അതും അയാളുടെ മകനെയും കൊണ്ട്. അവൻ വലിയ DJ മോഡിലാണ് പോകുന്നത്, 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നു. ആ മഹത് വ്യക്തികളെ ഒന്ന് കാണിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ പാതാരബന്ധത്തിൽ കിടക്കുന്ന ചെറുപ്പെടുത്താൻ ചെവളം നോക്കി ഒരെണ്ണം കൊടുക്കായിരുന്നു. എന്നിട്ട് അവിടെയും പോയി അടി ഉണ്ടാക്കിയെന്ന്. വല്ലാത്ത അവസ്ഥ തന്നെ ചെറുക്കൻ്റെ ജീവിതം. സീരിയസ്ലി ഒരു തരത്തിലും അയ്യോ അവനെ സമ്മതിക്കണം, ഇവനൊക്കെ ഇത്രയും സർവൈവ് ചെയ്തല്ലോ. സുധീരൻ പറഞ്ഞ ശേഷം പിന്നെ അവൻ ഡ്രഗ്സിന് അടിമയായി, ഡ്രഗ്സിന്റെ ഇതൊക്കെ കൂടി. എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമില് അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യണം. ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖമൊക്കെ ആയിരുന്നു. ഇവനും അച്ഛനും തമ്മിലുള്ള വഴക്കിനെയൊക്കെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ എന്തോ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലോട്ട് ലിറ്ററലി അനാഥയായി. ഇതിനുശേഷം ഈ ചെറുക്കൻ എന്തോ റബ്ബറിന്റെ ഒക്കെ പണിക്ക് പോയ സമയത്ത് കൊല്ലത്തുള്ള എന്തോ വല്യമ്മച്ചി ഇവനെ വിളിക്ക് വീഡിയോ കോളിൽ അങ്ങാണ്ട് ഇവൻ റബ്ബറിന്റെ പണി എടുക്കുന്ന കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അവർ കരഞ്ഞു വേളം വെച്ചിട്ടാണ് അവൻ കൊല്ലത്ത് വന്ന് നിൽക്കാൻ പറയുന്നത്. അങ്ങനെ അവൻ കൊല്ലത്തോട്ട് പോവുകയാണ്. കൊല്ലത്ത് എന്നതിന് ശേഷമാണ് ഇവന് നല്ല 3 സുഹൃത്തുക്കളെ കിട്ടുന്നത്. ഇവന്റെ ദുഷ്കീലങ്ങളെല്ലാം ആ സമയത്ത് മാറ്റി. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ കാരണവും സുഹൃത്തുക്കളായിരുന്നു, അത് മാറ്റാൻ കാരണവും സുഹൃത്തുക്കളാണ്. അപ്പം നല്ല സുഹൃത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്നേഹബന്ധം എന്താണെന്ന് അറിയുന്നത് ആ 3 സുഹൃത്തുക്കളിൽ നിന്നാണ്. ഇവൻ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് വന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾ ഇതൊക്കെ ഒരു ആയുധമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പലരും പല വീഡിയോയ്ക്കകത്ത് ഇവൻ കഞ്ചാവാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവനാണ് എന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് മറ്റൊരുത്തം വന്ന് പറഞ്ഞറിയുന്നതിനേക്കാളും ഭേദം സ്വന്തമായിട്ട് വന്നിരുന്നങ്ങ് പറയുന്നതാണ്. ഇടയ്ക്ക് വെച്ച് കിച്ചുവിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവന്റെ വീഡിയോസിലൊക്കെ നല്ല വ്യൂവർഷിപ്പും ഉണ്ടായിരുന്നു. പല ആളുകളും കമന്റ് ബോക്സിലും സ്വന്തം മോനെ പോലൊക്കെ കരുതിയിട്ടാണ് കമന്റൊക്കെ ഇടാറുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിനു ശേഷം, പ്രത്യേകിച്ച് എനിക്ക് അതുലുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായതിനു ശേഷം ഈ ചെറുക്കൻ നല്ല രീതിയിൽ നെഗറ്റീവായി. ആ പഴയ സപ്പോർട്ടൊന്നും പിന്നെ ഇവന്റെ വീഡിയോസിനകത്ത് കിട്ടാറായി. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഞാൻ ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറയുന്നത്. മറ്റൊരാൾ വന്ന് പറഞ്ഞ് ഞാൻ എക്സ്പോസ് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെ പറയുന്നതിനേക്കാളും ഭേദമാണല്ലോ സ്വന്തമായിട്ട് നമുക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റു പറയുന്നത്. അവർ ജനുവിനായിട്ടായിരിക്കണം അങ്ങനെ വന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വലിയ കൊടൂര ഉടായ്പ ടീംസ് ആയിരിക്കണം. പിന്നെ ഇവന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇവൻ അത്രയ്ക്ക് ഉടായ്പ കാണിക്കാനുള്ള
ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വന്നിരുന്ന് പറയുകയാണ്. ലിറ്ററലി അത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒന്ന് പെടയും. ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു കുഞ്ഞും ഇങ്ങനെ അനുഭവിക്കരുതെന്ന് തോന്നിപ്പോകും. ഞാൻ രേണുവിനെ പറ്റിയും പറയുന്നുണ്ട് ഏറ്റവും അവസാനം. അവർ തമ്മിൽ ഒട്ടും കണക്ഷൻസ് ഇല്ല. വെറുതെ ഒരമ്മ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും പോകും. അതല്ലാതെ രേണുവിനെ എന്നൊരു അമ്മയായിട്ട് പോലും കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അമ്മയെന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. സ്വന്തം കുഞ്ഞായിട്ടുള്ള ഋതപ്പന്റെ കാര്യത്തിൽ പോലും എനിക്ക് തോന്നണില്ല അവരൊരു നല്ല മദറാണെന്ന്. അപ്പൊ പിന്നെ കിച്ചുവിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ചെറുക്കന്റെ ജീവിതം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി കൊല്ലം സുധി തന്നെയാണ്. പുള്ളിയുടെ ചെയ്തികളാണ്. 3 കെട്ടിയിട്ട് 3ഉം ഫ്ലോപ്പായി പോയി. കുറച്ച് നാളെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പം രേണു സുധീനെയും ഡിവോഴ്സ് ചെയ്തേനെ. പിന്നെ ആ കൂടി രേണു സുധിയിൽ കണ്ട ഒരു പോസിറ്റീവ് കാര്യം ഈ പയ്യൻ പറയാഞ്ഞതാണോ അതോ മറന്നുപോയെന്നറിയില്ല. രേണു സുധിയുമായിട്ട് തല്ലും വഴക്കമുണ്ട കാര്യമൊന്നും പറയുന്നില്ല. ബാക്കി 2 അമ്മമാരുമായിട്ടും വീണയുമായിട്ടും ശാലിനിയുമായിട്ടും മുട്ടനടിയായിരുന്നു എന്ന് ചെറുക്കൻ പറയുന്നുണ്ട്. പക്ഷെ ഇവരെ പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. ഈ രേണു സുധിയൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് അന്ന് പലരും വന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയായിട്ട് നല്ല വഴക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ്. അതൊക്കെ നമുക്കറിയില്ല ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. മറ്റൊരാൾ വന്ന് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അത്രമാത്രം വിശ്വാസയോഗ്യമാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാനത് ശരിയാണെന്ന് പറയാൻ നിൽക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെയും അല്ല പറഞ്ഞത്. കൊല്ലം സുധി മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ അടിയുണ്ടാക്കിയെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പലരും. സീരിയസ്ലി. സോ എന്താണെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. വാട്ട് എവർ എന്തോ ആയിക്കോട്ടെ. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾക്ക് പ്രാപ്തി ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ നോക്കണം. അല്ലാതെ ഒരു കുഞ്ഞിന് ജീവൻ നൽകിയിട്ട് അതിനെ ഈ ഭൂമിയിലിട്ട് നരയിക്കാൻ കൊടുക്കരുത്. ഇപ്പൊ നിലവിലുള്ള പേരൻസ് നിങ്ങളുടെ പേരന്റിങ് മോശമാണെങ്കിൽ കിച്ചുവിന്റെ പ്രായത്തിലുള്ള പിള്ളേർ ഏത് രീതിയിലൊക്കെ വഴിതെറ്റി പോകാമെന്ന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ചെറുക്കൻ. പൈസയോ ഫെസിലിറ്റീസോ കമ്പ്യൂട്ടറോ ഫോണോ എന്ത് മാങ്ങാത്തിലും കൊടുത്തിട്ടും കാര്യമില്ല. അതല്ല പേരന്റിങ്. അച്ഛനായിട്ടും അമ്മയായിട്ടും സ്നേഹം കൊടുത്ത് അവരെ അറിഞ്ഞ് വളർത്തണം. കിച്ചുവിന്റെ കാര്യത്തിൽ അവന് ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു സുധിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ രീതിയിൽ പുള്ളി കുറച്ച് ടൈം ഇവന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇവനൊന്നും കിട്ടിയിട്ടില്ല. സോ കൂടുതലൊന്നും പറയില്ല. രേണു ഇനി എൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് വരില്ല. വരുവാണെങ്കിൽ ചാണകം വാരി മോന്ത കയറിക്കണം. ഇവിടെ പട്ടിച്ച കാണാൻ വയ്യ. അതുകൊണ്ടാണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. വേറെ വീഡിയോ തരാം. അപ്പം ശരി, ബൈ.